പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മമാരിയുടെ ദിനങ്ങളിൽ പൗർവിഷൻ ടി വിയിലൂടെ ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നിവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, അതേപോലെ തന്നെ അനുഗ്രഹ ഗാനങ്ങൾ ആലപിച്ച കോയർ ടീം, എല്ലാ ക്രൂ മെമ്പേഴ്സിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്ത ആത്മമാരിയുടെ ദിനങ്ങൾ. വലിയ മാരി പുറത്തു പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മാരി ഈ നാളുകളിൽ നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മുടെ സഭകളിൽ, നമ്മുടെ ദേശത്ത് ഈ ആത്മമാരി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചലനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മമാരി പെയ്യുന്നിടത്ത് ചലിക്കുന്ന പ്രാണികളുണ്ടാകും. പുറമേയുള്ള നമ്മൾ കാണുന്ന മഴ പെയ്തിറങ്ങുമ്പോൾ ചൂടേറിയ അനുഭവങ്ങൾ മാറി, അല്ലെങ്കിൽ കരിഞ്ഞ് ഉണങ്ങിയ അവസ്ഥകൾ മാറി തളിർപ്പിലേക്ക് വരുന്നത് പോലെ ഈ ആത്മമാരി നമ്മളിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഒരു തളിർപ്പിൻ്റെ അവസ്ഥയിലേക്ക്, സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക്, ചലിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുവാൻ ഇടയായി തീരുമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ദൈവവചനം കയ്യിലുള്ളവർ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 49 വാക്യം ആദ്യമായി ഞാൻ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24:49. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ പാർപ്പീനെന്ന് അവരോട് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വാക്യശകലമാണ് ഞാനിവിടെ വായിച്ചത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് ഞാനിവിടെ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വേണോ വേണ്ടായോ, ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്ന ഒരു ചിന്തയുടെ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് കരയേറി പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് തനിക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു, പത്രോസേ, നീ ഗലീലയിൽ പരിചയമുള്ള ആളായതുകൊണ്ട് ഗലീലയിൽ ശുശ്രൂഷിക്കണം. യോഹന്നാനെ, നീ ഒരു കാര്യം ചെയ്യ്, യെരുശലേമിൽ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് ശുശ്രൂഷിക്കണം. മറ്റുള്ള ശിഷ്യന്മാരോട് ശമരിയെയും മറ്റ് സ്ഥലങ്ങളൊക്കെ വിഭജിച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ശുശ്രൂഷകൾ ഭരമേൽപ്പിച്ചിട്ട് പോകാമായിരുന്നു. ഇതൊന്നും കർത്താവ് ചെയ്തില്ല. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളൊരു സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ആൾക്കാരെ ഏൽപ്പിക്കും. പക്ഷേ യേശു കർത്താവ് അതൊന്നും ചെയ്തില്ല. കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എങ്ങോട്ട് പോകണ്ട, നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കണം, അവിടെ ഇരിക്കണം. സ്തോത്രം. എന്നിൽ നിന്ന് പലതും നിങ്ങൾ കേട്ടു പഠിച്ചു. കഴിഞ്ഞ 3.5 വർഷക്കാലം നിങ്ങൾ എൻ്റെ കൂടെ നടന്നു, എൻ്റെ കൂടെ വചനം അഭ്യസിച്ചു, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, വീര്യപ്രവൃത്തികൾ കണ്ടു, എൻ്റെ കൂടെ ഉറങ്ങി, എൻ്റെ കൂടെ ആഹാരം കഴിച്ചു. ഇതെല്ലാം ശരിയാണ്. പക്ഷേ നല്ല ബൈബിൾ കോളേജിൽ നല്ല അധ്യയന വർഷം എല്ലാം കംപ്ലീറ്റ് ചെയ്തു, നല്ല മാർക്കോട് പാസ്സായ കാര്യം എല്ലാം ശരിയാണ്. പക്ഷേ നിങ്ങൾക്കിതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, നഗരത്തിൽ തന്നെ പാർക്കണം. എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കൂടെ കിട്ടാൻ വേണ്ടിയല്ല, പിന്നെയോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നിങ്ങൾ അവിടെ നിന്ന് എങ്ങോട്ടും മൂവ് ചെയ്യരുത്. പ്രിയ ദൈവമക്കളെ, ഈ വാക്യത്തിൽ കൂടെ നമ്മളെ മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയാണ്. നമുക്ക് എത്രത്തോളം ആവശ്യമാണ് ഈ പരിശുദ്ധാത്മാവിന്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് താല്പര്യമില്ല ആൾക്കാർക്ക് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തണം, പ്രസംഗം കേൾക്കണം, വീട്ടിൽ പോകണമെന്നല്ലാതെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴത്തെ യൗവന തലമുറയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അവർക്ക് ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന കാര്യം അവർ ചിന്തിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ആട്ടമൊക്കെ ആടി, 2 കൈയൊക്കെ ഉയർത്തി ഇങ്ങനെ കൈയൊക്കെ ആട്ടി എന്തൊക്കെയോ ബഹളമൊക്കെ ഒന്ന് കൂവി ബഹളമൊക്കെ ഉണ്ടാക്കി പോകുക എന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവ് എന്തുമാണെന്നോ, ഇതിൻ്റെ ആ അത്യന്ത ശക്തിയുടെ പവർ എന്താണെന്നോ, ഇതിന് ആവശ്യകത എന്താണെന്നോ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ഇന്ന് നമ്മുടെ ഇത് ക്ലാസ് എടുക്കാറുമില്ല. നമ്മുടെ സഭകളിലൊക്കെ ഇന്ന് ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെയുള്ള ക്ലാസ്സുകൾ കുറഞ്ഞിട്ട് എങ്ങനെ ചിലത് പ്രാപിച്ചെടുക്കാം, എങ്ങനെ നീ അടുത്ത ലെവലിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായത്.
പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നെ കേൾക്കുന്നവരെ, തെറ്റിപ്പോകരുത്, വഞ്ചിക്കപ്പെടരുത്. ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത എന്താണ്, ഇതെന്തുകൊണ്ട് നമ്മൾ പ്രാപിക്കണം, ഇതുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഇല്ലാതെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ ശിഷ്യന്മാരോട് കർത്താവ് ഇത് പ്രാപിച്ചിട്ടല്ലാതെ, ഈ അത്യന്ത ശക്തി, ഈ കാര്യസ്ഥന് ഇറങ്ങി വരാതെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും വെക്കണ്ട, ഒരു പ്രസംഗവും നിങ്ങൾ കാഴ്ചവെക്കണ്ട, നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. സ്തോത്രം. യേശു കർത്താവ് വളരെ ശക്തമായൊരു താക്കീതാണ് കൊടുത്തത്. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോഴും അവിടെ തന്നെ പാർക്കണം. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ഇറങ്ങി വന്നു. സ്തോത്രം. ഇവരല്ലാതെ പോയിരുന്നെങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശിഷ്യന്മാർ യേശു കർത്താവ് ഇങ്ങനെ പല സ്ഥലങ്ങൾക്ക് അങ്ങ് പറഞ്ഞു വിട്ടു, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, നിങ്ങൾ ഇവിടെ പോയിക്കോ എന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവർ ഇപ്പോൾ ഈ വാക്യത്തിൽ ആയിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്, ഇവരുടെ അവസ്ഥ അതേ അധ്യായത്തിൽ 24-ാം അധ്യായം 36, 37, 38 വാക്യങ്ങൾ വായിച്ചാൽ ഈ ശിഷ്യന്മാരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ അവരായിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, അത്ഭുതങ്ങൾ കണ്ട ശിഷ്യന്മാർ, യേശു കർത്താവ് സർവശക്തനാണെന്നും ഒക്കെ പ്രഖ്യാപിച്ച ശിഷ്യന്മാർ, യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അവർ പേടിച്ച് മുറിക്കകത്ത് കയറി പാത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ, ഞങ്ങളെയും ഇതേപോലെ പിടിച്ചുകൊണ്ട് പോയി ക്രൂശിക്കും, ഞങ്ങളെ ഇതേപോലെ കൊന്നുകളയുമെന്ന് പേടിച്ചകത്ത് കയറിയിരിക്കുക. എത്രത്തോളം ബന്ധവസാക്കാമോ അത്രത്തോളം എല്ലാം അടച്ച ഉറപ്പാക്കി അകത്ത് കയറിയിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് യേശു ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പേടിച്ചു, ഭയപ്പെട്ടു. ആ ഭയത്തെക്കുറിച്ചോ ആ പേടിയെക്കുറിച്ചോ അല്ല കർത്താവ് പറയുന്നത്. അത് ആർക്കാളും പേടിയുണ്ടാകും. പെട്ടെന്ന് നമ്മൾ അടച്ചിട്ട് മുറിക്കകത്തോട്ട് എന്തെങ്കിലും ഒന്ന് വീഴുകയോ എന്തെങ്കിലും ചാടി കയറുകയോ ഒക്കെ ചെയ്ത് നമ്മൾ പേടിച്ചു പോകും, സ്വാഭാവികമാണ്. പക്ഷേ ആ ഭയത്തെക്കുറിച്ചല്ല കർത്താവോട് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെട്ടകത്തിരിക്കുന്നു? നിങ്ങളുടെ ഹൃദയം എന്തുകൊണ്ടാണ് സംശയം പൊങ്ങുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കലങ്ങിയിരിക്കുന്നത്? ഞാൻ എത്രയോ വചനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു, പക്ഷേ നിങ്ങളുടെ ഭയം മാറുന്നില്ലല്ലോ, നിങ്ങളുടെ നിരാശ മാറുന്നില്ല, നിങ്ങൾ വീണ്ടും സംശയത്തിലാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ പല സ്ഥലങ്ങളിലേക്ക് ദൗത്യമേൽപ്പിച്ചു പറഞ്ഞു വിട്ടാൽ എന്തായിരിക്കും ഗതി? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. യെരുശലേമിലേക്കും ഗലീലയിലേക്കും ശമരിയയിലേക്കും ഒക്കെ ഈ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർക്ക് എങ്ങനെ ആശ്വാസമായി മാറും? അവർ മറ്റുള്ളവരുടെ ഭയം എങ്ങനെ മാറ്റുവാനിടയെ തീരും? അവർ മറ്റുള്ളവരെ കരം പിടിച്ചെങ്ങനെ ഉയർത്തുവാൻ കഴിയും? അപ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞു, കാര്യമെല്ലാം ശരിയാണ്, നിങ്ങൾ പലതും പഠിച്ചു, പലതും അറിയാം, പക്ഷേ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കാലഘട്ടമല്ല, ഏത് കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ കാര്യസ്ഥനായിരിക്കണം, കാര്യം നടത്തണം. സാധാരണ നമ്മൾ പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സഭായോഗത്തിന് വരുമ്പോൾ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, മറ്റ് കൂട്ടായ്മകൾ വരുമ്പോൾ, പാട്ട് പാടുമ്പോൾ അവസാനത്തെ ലൈൻ 3-4 സ്റ്റാൻസ സ്പീഡിൽ പാടി നല്ല റിതമൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്തോ ഒരു ചെറിയ പെരുപ്പും ചെറിയ കൈകൊട്ടും എന്തോ ചില ഭാഷയൊക്കെ പറഞ്ഞു ഞാൻ ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ വീട്ടിലോട്ട് പോകുന്നു. പിന്നെ അതുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ, അടുത്ത ഞായറാഴ്ച വരുമ്പോൾ വീണ്ടും ഇതേപോലെ ചെറിയ പെരുപ്പും ഒരു ചെറിയ കൈകൊട്ടും ബഹളവും ഒക്കെ. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് എന്തോ ആണ് പറയാനുള്ള എക്സ്പീരിയൻസ് എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവോട് നമുക്ക് പറയാനുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയുണ്ട്? നമ്മൾ കൈകൊട്ടി അന്യഭാഷ പറഞ്ഞിരിക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ? പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിക്കണമേ. ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ എന്ന് പറയുന്നവരും അല്ലാത്തവരിലും ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭയം, ടെൻഷൻ, ഡിപ്രഷൻ, സൂയിസൈഡ് മെൻറ്റാലിറ്റി. ഞങ്ങൾ ഈ മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഈ ചില മാസങ്ങൾ ഇവിടെ ഈ വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്ത സമയത്ത് അവിടെ ചെന്ന് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കാശുണ്ടല്ലോ, ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, അവിടെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷേ അവിടെ ചെന്ന് ഓരോരുത്തരോട് സംസാരിച്ചപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പലർക്കും ഉറക്കമില്ല, പലർക്കും അല്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഡിപ്രഷൻ,
ആർത്രൈറ്റ്സിൻ്റെ അസുഖങ്ങൾ, ശാരീരികമായ അനവധി രോഗങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളിൽ അടിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നൊരു കൂട്ടത്തെ ഞാൻ കണ്ടു. ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കളെന്ന് പറയുന്നവരിലെ കാര്യം ഞാൻ ഈ പറയുന്നത് പോട്ടെ, ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെയും പറയാം. ദൈവമക്കളെന്ന് പറയുന്ന ഒരു മീറ്റിംഗ് പോലും മുടക്കാത്ത, ഭയങ്കരമായിട്ട് കൈകൊട്ടി പ്രാർത്ഥിക്കുന്ന, അന്യഭാഷ പറയുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പലരും ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, പലരും രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, പലരും വല്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു, മുന്നോട്ട് ജീവിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ അവരുടെ വേദകൾ നമ്മൾ അറിയത്തുള്ളൂ. പുറമേ ചിരിക്കുകയൊക്കെ ചെയ്യും, വളരെ സന്തോഷമൊക്കെയാണ്, പക്ഷേ അവരോട് അടുക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൻ്റെ വേദന അറിയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിലായി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നു, കാര്യമെല്ലാം ശരിയാ, എന്നിട്ടും എന്തുകൊണ്ട് ഈ ഭയത്തിന് അടിമപ്പെടുന്നു? എന്തുകൊണ്ടാണ് രോഗത്തിൻ്റെ ബന്ധനങ്ങൾ നമ്മളെ പിടിക്കുന്നത്? വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന ഒരു ദൈവ പൈതലെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരമാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മെ, അല്ല നമ്മുടെ സഭയെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ആഭിചാര മന്ത്രവാദങ്ങൾക്ക് നിങ്ങളെ തൊടാൻ കഴിയത്തില്ലെന്ന്. സ്തോത്രം. നിങ്ങളുടെ ഭയം മാറണം, ടെൻഷൻസ് മാറട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, പിന്നെന്തുകൊണ്ടാണ് മനുഷ്യൻ ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യന് ഹല്ലേലൂയ ഉറക്കമില്ലാത്തത്? സൂയിസൈഡിലേക്ക് പോകുന്നു. നിങ്ങൾ ചിന്തിക്കണം. ചീറി പാഞ്ഞു വരുന്ന 120 കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിന് മുന്നിൽ ഒരു മനുഷ്യൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത്, അത് സ്വാഭാവികമല്ല. നമ്മുടെ കയ്യിൽ ഒരു കൊതുക് കടിച്ചാൽ നമ്മൾ തല്ലിക്കൊല്ലും. ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ ഓടി രക്ഷപ്പെടും. അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ ജീവിതത്തിൽ നിരാശ ഉണ്ടാകുമ്പോൾ, കടഭാരം ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു മനുഷ്യൻ എന്ത് കൂളായിട്ട് ട്രെയിനിൻ്റെ മുന്നോട്ട് കയറിയെന്ന്? എങ്ങനെ സാധിക്കുന്നു? ട്രെയിൻ വരുമ്പോൾ നമ്മൾ ട്രെയിനെ കയറാൻ നിൽക്കുന്ന ആൾക്കാർ ട്രെയിൻ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ മാറി നിൽക്കും. എന്തിനാണെന്നറിയാമോ? ട്രെയിനിൻ്റെ ആ കാറ്റടിച്ചു പോലും അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടി. അത്ര സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് കടഭാരം വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് ട്രെയിനിൻ്റെ മുന്നിൽ കയറി നിൽക്കുന്നത്? നമുക്കറിയാം, ഷൈനിയും കുഞ്ഞുങ്ങളും ട്രെയിനിൻ്റെ മുന്നിൽ കയറി നിന്ന് മരിച്ചു. പലരും പല കാര്യങ്ങൾ പറയുമായിരിക്കാം, കടമുണ്ടായിരിക്കാം, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, കുടുംബ പ്രശ്നം, എന്തുമായിക്കോട്ടെ, പല കാര്യങ്ങളുണ്ടാകാം. പക്ഷേ ഈ കാരണങ്ങളൊന്നുമല്ല ഇവരെ ട്രെയിനിൻ്റെ മുന്നിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ കൈമുറിക്കുന്നത്, വിഷം മേടിച്ച് കുടിക്കുന്നത്, അടുത്ത നിമിഷം പിടഞ്ഞു മരിക്കും. എന്നിട്ടും ഇതൊക്കെ ചെയ്യാനുള്ള കാര്യം അവരെ കൺട്രോൾ ചെയ്യുന്നൊരു ശക്തിയുണ്ട്. അത് ദൈവവചനം അറിയാവുന്നവർക്കറിയാം. അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വരുന്ന പൈശാചികൻ കയറിക്കഴിഞ്ഞാൽ അവൻ മുടിച്ചേ പോകൂ, അവൻ നശിപ്പിച്ചിട്ടേ അടങ്ങൂ. അവന് ഈ ഭയമൊക്കെ അങ്ങ് മാറും. ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടി അങ്ങ് കയറും, കൈയൊക്കെ മുറിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം നശിക്കുന്നെന്നോ ജീവൻ നഷ്ടപ്പെടുന്നുള്ള ചിന്ത ഉണ്ടാകത്തില്ല. അതിൻ്റെ അർത്ഥം ഒരു കാര്യം ചിന്തിക്കണം. ഒരു സൈഡിൽ മനുഷ്യൻ ഭയപ്പെട്ട് നിരാശയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ജീവിതം പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മറു സൈഡിൽ പിശാച് ധൈര്യം കൊടുത്തിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് രീതിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൽ ചലിക്കണം, പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കണം. ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന ഏറ്റവും വലിയ വാണിംഗ് അതാണ്. നിങ്ങളുടെ ശക്തി കൊണ്ടും നിങ്ങളുടെ കഴിവ് കൊണ്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടും ഒരിക്കലും ഈ സുവിശേഷം സ്പ്രെഡ് ചെയ്യുവാൻ കഴിയത്തില്ല. എൻ്റെ നാമത്തെ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളിൽ കൂടെ ചലിക്കത്തില്ല. നിങ്ങളിൽ കൂടെ അത് ചലിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം. ഞാൻ ഉയർത്തിയെന്ന് ശക്തി നിങ്ങളുടെ മേൽ അയക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തോറ്റുകിടക്കുകയാണോ? നിങ്ങൾ നിരാശയിൽ പോവുകയാണോ? നിങ്ങൾ തകർന്നിരിക്കുകയാണോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ ദൈവാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുക, പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തിയില്ലാതെ ക്രിസ്ത്യ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചൊരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം? ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക,
ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സംസാരം, ക്രിസ്തു പറഞ്ഞത് ഇതെല്ലാം നമ്മൾ അനുസരിച്ച് അതേപോലെ ഫോളോ ചെയ്യുന്നതിനാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കണം എന്നുണ്ടെങ്കിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. ഒന്നാമതെടുക്കേണ്ട പരിപാടി തന്നെത്താൻ ത്യജിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരിക്കലും നമ്മുടെ സ്വന്തം ഇമേജിനെ അല്ലെങ്കിൽ സ്വന്തം സെൽഫിനെ ത്യജിക്കാൻ പറ്റുമോ? ഞാൻ ഇല്ലാതാക്കാൻ പറ്റുമോ? മനുഷ്യന് പറ്റുമോ? നമ്മുടേതായ ഒരു വ്യക്തിത്വമുണ്ട് നമുക്ക്. നമ്മുടെ സെൽഫിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? പ്രിയ സുഹൃത്തുക്കളെ, ഒരിക്കലും പറ്റത്തില്ല. എത്ര വെള്ള ഉടുപ്പിട്ടാലും, ഞാൻ എന്തെല്ലാം പ്രസംഗിച്ചാലും, ഞാൻ യഥാർത്ഥമായി എന്തെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ എന്നിലുള്ള പ്രതികരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ആരാന്നുള്ള കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗമൊക്കെ നല്ല സൗമ്യതയും സ്നേഹവും ഒക്കെ ആയിരിക്കാം, പക്ഷെ എന്നെ തൊട്ട് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ ഞാൻ ആരാന്നുള്ള കാര്യം. എൻ്റെ പ്രസംഗത്തെ കുത്തി ഒരാൾ സംസാരിക്കുമ്പോൾ എൻ്റെ സ്വഭാവം മാറും. പാട്ടുപാടുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് നിനക്ക് പാട്ടുപാടാൻ അറിയത്തില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും. നല്ലപോലെ ഏതെങ്കിലും കീബോർഡ് വായിക്കുന്ന നല്ല ഒരു പ്ലെയറിനോട് പറയാം, മോനെ നിന്റെ കീബോർഡ് വായന കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറും. എന്ന് പറഞ്ഞാൽ സെൽഫിനെ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്താൽ സ്വഭാവം മാറും. നമ്മുടെ സെൽഫ് ഉടയണം. നമ്മളില്ലാതായെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളില്ലാതാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ കയറിയെങ്കിൽ മാത്രമേ നമ്മളില്ലാതാകത്തുള്ളൂ. സ്തോത്രം. അതാണ് ശിഷ്യന്മാർ. നോക്കിക്കേ, നിങ്ങൾ ആ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് മുമ്പുള്ള സമയങ്ങൾ നോക്കിയാൽ മതി. ഹല്ലേലൂയ. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ നോക്കണം. അവർ ഞാനാണോ വലിയവൻ, നീയാണോ വലിയവൻ, ഞങ്ങൾക്ക് എന്തോ കിട്ടും, ഇതായിരുന്നു അവരുടെ ചോദ്യങ്ങളൊക്കെ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ എന്നൊക്കെ ചിന്തിച്ച് ആവലാതിപ്പെട്ടിരുന്നവർ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവർ ഹല്ലേലൂയ, ഒന്നുമില്ല, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ കർത്താവിന് വേണ്ടി തല്ലുകൊള്ളാൻ റെഡിയാ, ആരെന്ത് ചെയ്തോട്ടെ, ഞങ്ങളെ എനിക്ക് കാരാഗ്രഹത്തിൽ കിട്ടോട്ടെ, കൊന്നു കളഞ്ഞോട്ടെ, ഞങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞാൽ അവരുടെ സ്വയം ഇല്ലാതായി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഘട്ടമാണത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ ആത്മീയമായി നമുക്ക് വളരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സ്വയമായിട്ട് നമ്മളെ വളർത്താൻ നമുക്ക് കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിന് വിധേയപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ദിവസവും ആത്മീയമായി വളരാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ എത്രത്തോളം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ട് പ്രാപിക്കണമെന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ജീവിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാം പറഞ്ഞു തീർക്കാൻ സമയമില്ല. എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, എന്തിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്? ഒന്നാമതായി, എല്ലാ വാക്കുകളും എടുക്കാൻ വാക്കുകളൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. അപ്പോസ്തലർ 1:8 അല്ലെങ്കിൽ കീ വേർഡ് ഓഫ് അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു മെയിൻ പുതിയ നിയമത്തിലെ ഒരു കീ വേർഡാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 എന്ന് പറയുന്നത്. ആയാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവിൻ്റെ സാക്ഷിയാകണം. പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം യേശുവിനെ സാക്ഷിയാകുക, യേശുവിനെ കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മളിലുള്ള ഒന്നാമത്തെ ദൗത്യം. അതാണ് അപ്പോസ്തലനോട് പറഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നിങ്ങളെ കാണിക്കും, നിങ്ങളുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തും. എൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ, എന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉയരത്തിന്ന് ശക്തി ലഭിക്കാതെ നിങ്ങൾക്ക് എന്നെ വെളിപ്പെടുത്താൻ കഴിയുകയില്ല. ഇന്ന് എന്തുകൊണ്ട് മനുഷ്യനെ വെളിപ്പെടുത്തുന്നു? ഉയരത്തിന്ന് ശക്തി പ്രാപിക്കാതെ മനുഷ്യനെ വെളിപ്പെടുത്താനേ കഴിയത്തുള്ളൂ. ഉയരത്തിന്ന് ശക്തി പ്രാപിച്ചവൻ യേശുവിനെ വെളിപ്പെടുത്തും. അതിന് സ്ഥലകാല പ്രശ്നങ്ങളല്ല, രാജ്യം പ്രശ്നമല്ല, എവിടെയാണെങ്കിലും അവൻ യേശുവിനെ വെളിപ്പെടുത്തും. സ്തോത്രം. ഈ യേശുവിനെ വെളിപ്പെടുത്തുക, സാക്ഷിയാകുക എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, പല രീതിയിൽ നമുക്ക് സാക്ഷിയാകാം. ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ അനേകരും ഞാൻ യേശുവിനെ കുറിച്ചുള്ള സാക്ഷി കേട്ടുകൊണ്ടിരിക്കുകയാണ്, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പരസ്യയോഗങ്ങളിൽ നമുക്ക് സാക്ഷ്യപ്പെടുത്താം, കൺവെൻഷനുകളിൽ സാക്ഷ്യപ്പെടുത്താം. ഇതൊക്കെ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഈ സാക്ഷ്യമൊക്കെ അത് കറക്റ്റായിട്ട് സ്വർഗം സ്റ്റാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം നോക്കുന്നൊരു കാര്യം, ഞാൻ പ്രസംഗിക്കുന്നതും എൻ്റെ ജീവിതവും ഒന്നാണോ എന്ന് കർത്താവ് നോക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വാ കൊണ്ടും പ്രസംഗം കൊണ്ടും എഴുത്തുകൊണ്ടും ഒക്കെ കർത്താവിനെ ഭയങ്കരമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്, പക്ഷേ ജീവിതം കൊണ്ട് കർത്താവിനെ വെളിപ്പെടുത്തുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ അകത്ത് തന്നിരിക്കുന്നത്, ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയാലും നിൻ്റെ ജീവിതം കൊണ്ട് യേശുവിനെ വെളിപ്പെടുത്തണം.
സ്തോത്രം. അവിടെയാണ് യഥാർത്ഥമായി നമ്മളെ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ ഇവിടെ നിന്നോട് ഘോരം പ്രസംഗിക്കുക യേശുവിനെ കുറിച്ച്, യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, യേശുവിനെ ആശ്രയിക്കുന്നതിനെ കുറിച്ച്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ഘോരം പ്രസംഗിച്ചു. ഞാൻ താമസിക്കുന്നത് ആഞ്ഞിലിത്താനത്താണ്, തിരുവല്ലയിൽ. ആഞ്ഞിലിത്താനത്ത് വന്നിട്ട് എൻ്റെ ദേശക്കാരോട് ചോദിക്കണം, ഹലോ സാംപാസ്ത നാളെ അറിയാമോ എന്ന് ചോദിച്ചാൽ അവരെന്തു പറയുന്നു, അതാണ് എൻ്റെ സാക്ഷ്യം. ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ദേശത്ത് ഞാൻ സാക്ഷിയില്ലാതെ, ഞാൻ ആയിരിക്കുന്ന സഭയിൽ സാക്ഷിയില്ലാതെ, ഞാൻ ആയിരിക്കുന്ന ദേശത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ സാക്ഷിയില്ലാതെ ഞാൻ ആരെ പ്രസംഗിച്ചിട്ടാ കാര്യം? പ്രൈസലോ എന്ന് പറഞ്ഞാൽ യേശുവിനെ ഘോരം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് സാക്ഷിയായി തീരണം. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ യേശുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരണം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത്? ഈ പരിശുദ്ധാത്മാവെന്ന കാര്യം നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ മുന്നിൽ വരുന്നതിനെ തിരിച്ചറിയാനാണ്. മുന്നിൽ വരുന്നതിനെ നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്. പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് മുന്നിൽ വരുന്നതിനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യം എടുത്തു വായിക്കുന്നില്ല. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ജഡപ്രകാരം ജീവിക്കുന്നെങ്കിലും. ഒന്നെടുത്ത് വായിക്കാം, ഒരു സെക്കൻഡ്. 2 കൊരിന്ത്യർ ലേഖനം 10:3-4. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു മനുഷ്യന് മാത്രമേ ഈ വാക്യത്തിൻ്റെ അർത്ഥം യഥാർത്ഥമായി മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ ജഡത്തിൽ ഒത്തിരി പോരാട്ടങ്ങളുണ്ട്. ഈ പോരാട്ടങ്ങളുടെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. സ്തോത്രം. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എല്ലാ ദിവസവും പോകുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമെല്ലാം ശരിയാണ്. ഓഫീസിൽ ചെന്നപ്പോൾ നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പീരിയർ ഓഫീസർ നിങ്ങളെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ അവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, നിങ്ങൾ കിടന്നുകൊണ്ട് ഭാരപ്പെടുക. നിങ്ങൾ പറയുന്നു, പാസ്റ്ററെ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഒരു ജോലി മാറ്റം ആവശ്യമാണ്, പ്രാർത്ഥിച്ച് കിട്ടി ജോലി പാസ്റ്ററെ, പക്ഷേ അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുക, എന്നെ ഭയങ്കരമായിട്ട് ഓവർലോഡ് തരിക, എനിക്കവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ, ചിന്തിക്കാറില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ജഡത്തിൽ ചിന്തിക്കുമ്പോൾ അത് വലിയൊരു ഭാരമാണ്. നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ജോലി മാറിയേ പറ്റൂ. പക്ഷേ നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ സ്പിരിറ്റിൽ ചിന്തിക്കുക, ആത്മാവിൽ ചിന്തിച്ച് അതെന്താണ് അതിൻ്റെ പോരാട്ടം? ആ മനുഷ്യൻ എന്നോട് എന്തുകൊണ്ടാണ് പോരാടുന്നത്? എനിക്ക് അദ്ദേഹത്തൊരു വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല, അദ്ദേഹത്തിന് എന്നോട് വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല, പക്ഷെ എന്തുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് പോരാടുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഓപ്പോസിറ്റ് വ്യാപരിക്കുന്ന വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഏതൊരാത്മാവാണോ അത് ഫൈറ്റ് ചെയ്യുകയാണ്. എന്തിനാ? നിന്നെ ഇവിടെ നിന്ന് ഓടിക്കണം. നീ ആത്മശക്തിയുള്ള ആൾ അതിനകത്ത് നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് അവിടെ ഇറിറ്റേഷനാണ്. നിന്നെ എങ്ങനെങ്കിലും ഇവിടുന്ന് രാജിവെച്ചിട്ട് ഓടിക്കണം. ഇതാണ് പൈശാചിക മണ്ഡലത്തിൻ്റെ ചിന്ത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എനിക്ക് പറ്റുന്നില്ല പാസ്റ്ററെ, എനിക്ക് ജോലി മാറിയേ പറ്റത്തുള്ളൂ, പ്രാർത്ഥിച്ച് കിട്ടിയ കാര്യമെല്ലാം ശരിയാ, നമ്മൾ ജോലി റിസൈൻ ചെയ്യുന്നു, വീട്ടിൽ പോയിരിക്കുന്നു. എത്രയോ സംഭവങ്ങളുണ്ടായി ഇങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആത്മാവിൽ ചിന്തിച്ച് നോക്കിക്കേ. ആത്മാവിൽ ചിന്തിച്ചു, ഞാൻ ആരാ? ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാ. എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ എന്തുവാ? അത്യന്ത ശക്തി, സകലത്തിൻ്റെ മേലുള്ള ശക്തി. ഈ അത്യന്ത ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അപ്പൊ എന്ത് ചെയ്യണം? അവിടെ നിന്നിട്ട് അദ്ദേഹത്തിനെ ശാസിക്കണോ? അദ്ദേഹത്തോട് വെല്ലുവിളിക്കണോ? ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലായിരിക്കണം. സ്തോത്രം. എന്തിനാ? ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന നിങ്ങൾ ആ മുട്ടുമടക്കിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വസിക്കുന്നുണ്ട്. എനിക്കെതിരെ എല്ലാ ദിവസവും കുത്തിക്കൊണ്ടിരിക്കുന്ന, എന്നെ ത്രട്ടണിങ് നടത്തുന്ന ആ പൈശാചിക ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബൈൻഡ് ചെയ്യുന്നു, വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇങ്ങനെയും പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് കാസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യണം, പുറത്താക്കണതിനെ പുറത്താക്കണം. അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്.
നീ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീ അവിടെ ആ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്നെ ത്രെട്ടണിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശക്തി അന്ന് അവിടെ നിന്ന് വിട്ടുമാറും. സംശയം കൊണ്ട് ഇന്ന് ചെക്ക് ചെയ്തു. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ജീവിതത്തിൽ ഏതൊരവസ്ഥ ആയിക്കോട്ടെ, അത് രോഗമായിക്കോട്ടെ, അടിക്കടി നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഹോസ്പിറ്റലുകൾ മാറി മാറി നോക്കി ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ തിരിച്ചറിയണം? ആത്മാവി തിരിച്ചറിയണം. ഇത് രോഗമാണോ, ബാധയാണോ, ഇത് ബന്ധനമാണോ? എന്തുകൊണ്ട് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല? നിങ്ങൾക്കാണോ രോഗം, അതോ കുഞ്ഞുങ്ങൾക്കാണോ? തലയെ കൈവച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ യേശുവിന്റെ മന്ദിരമാ, എന്റെ പൈതൽ യേശുവിന്റെ മന്ദിരമാ. ദുഷ്ട പിശാച് നിനക്ക് തൊടാൻ കഴിയത്തില്ല, വിട്ടുപോ എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അത് വിട്ടുപോകും. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് അന്യഭാഷ പറഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്തിനെന്നറിയാമോ? ചിലതിനോട് പോരാടാനാ, ചിലതിനെ വെട്ടിമാറ്റാനാ, ചിലതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാനാ. നമ്മുടെ എഫേസ്യ ലേഖനം 1 എടുക്കുന്നില്ല, 17, 18, 19 ആ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, എഫെസോസിലെ സഭയിൽ സ്തോത്രം ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്തോത്രം, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് തിരിച്ചറിയണം, അറിയണം. 3 രീതിയിലാണ് ആൾക്കാരുടെ അവസ്ഥ. 1, പരിശുദ്ധാത്മാവായിട്ടൊരു ബന്ധവുമില്ല, താല്പര്യമില്ല, എങ്ങനെയൊക്കെ അങ്ങ് പോതു. 2, പരിശുദ്ധാത്മാവുമായിട്ട് സഭ വരുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, കാര്യമെല്ലാം ശരിയാ. ഇവിടെ പറഞ്ഞ പോലെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, ഈ അത്യന്ത ശക്തിയുടെ അളവറ്റ വലുപ്പം എന്തോ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങ് പോവുക. ഇതെന്താണെന്നും ഈ ശക്തി എന്തെന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. സഭയിലെ പാസ്റ്റർ പറയാണ്, ഈ സഭയിലെ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഓരോരുത്തരും സാക്ഷ്യം പറയുക, അയ്യോ എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് വയ്യ, മോക്ക് വയ്യ, അഡ്മിഷൻ, ക്യാൻസർ, ഓരോ രോഗങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയം, ഉറങ്ങാൻ പറ്റുന്നില്ല, പാസ്റ്റേ പ്രത്യേകം പ്രാർത്ഥിക്കണം. പാസ്റ്റർ പ്രാർത്ഥിക്കേണ്ടതിന് പകരം പാസ്റ്റർ പറയുകയാണ്, ഈ അത്യന്ത ശക്തിയുടെ, ഈ അളവറ്റ ശക്തിയുടെ വലിപ്പം ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഇവർ പറയത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആവലാദികൾ പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ പറ്റാത്തത്? എന്തുകൊണ്ട് ഡിപ്രഷനിലേക്ക് പോകുന്നു? ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്തിനാന്ന് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ശക്തിയുടെ വലിപ്പം നമുക്ക് അറിയത്തുമില്ല. തിരിച്ചറിയണം. ഈ പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവിന് അത്യന്ത ശക്തി എന്തിനാണ് നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത്? സ്തോത്രം, നമ്മുടെ നാവിൽ അധികാരമുണ്ട്, നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, നമ്മുടെ കണ്ണിൽ അധികാരമുണ്ട്. സ്തോത്രം, നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ മുന്നിൽ വന്നിട്ട് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ കൈ കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ദയവായി ശ്രദ്ധിക്കണമേ. പരിശുദ്ധാത്മാവ് ഒത്തിരി കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 2000 ചില്ലുവാനും വർഷങ്ങൾ പാരമ്പര്യം ഈ ലോകത്തിൽ സുവിശേഷ പ്രവർത്തനത്തിനുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. എത്ര ശതമാനമുണ്ട് വീണ്ടും ജന്മം പ്രാപിച്ചവർ? പോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ പരിശുദ്ധാത്മാവിന് ഒത്തിരി കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ശക്തിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന് ശരീരമില്ല. പരിശുദ്ധാത്മാവിന് നമ്മുടെ കൂട്ട് ശരീരമില്ല. പരിശുദ്ധാത്മാവിന് ശരീരം വേണം. എന്തിനെന്നറിയാമോ? ഈ ജനത്തിൻ്റെ ഇടയിൽ ചിലത് ചെയ്യാൻ. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന് വേണം. നമ്മുടെ കണ്ണുകൾ പരിശുദ്ധാത്മാവിന് വേണം. എന്തിനാ? ചിലത് കാണാൻ, ചിലരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നമ്മുടെ കൈകൾ വേണം. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് പത്രോസും യോഹന്നാനും നടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാവിന് ആഗ്രഹമാണ് അവിടെ ഇരിക്കുന്ന മനുഷ്യരെ എഴുന്നേൽപ്പിച്ച് നടത്തണം. പരിശുദ്ധാത്മാവിന് ആഗ്രഹം ആ മനുഷ്യരെ എഴുന്നേൽപ്പിച്ച്, എന്തിനാ? യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി എന്ന് ജനം തിരിച്ചറിയുവാൻ. ആ ജനം ആ വ്യക്തി എഴുന്നേറ്റ് നടക്കണം. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹത്തെ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് പകർന്നെന്നറിയാമോ? ആത്മാവിന്റെ കൺട്രോളിലേക്ക് ദൈവദാസന്മാരിലേക്ക് പകർന്നു.
ആത്മാവിനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടവരിലേക്ക് പകർന്നു. പത്രോസിലേക്ക്, യോഹന്നാനിലേക്കും ആ മെസ്സേജ് പാസ് ചെയ്തു. അവർ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അസാധാരണമായി ബഹളമുണ്ടാക്കി അദ്ദേഹത്തെ അവർ നോക്കി. ഉറ്റുനോക്കിന്ന എന്ന് പറഞ്ഞാൽ, നീ ഉറ്റുനോക്കുമ്പോൾ നിന്റെ കണ്ണിൽ കൂടെ സ്കാനിങ് വെളിപ്പെടും എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആളിനെ തിരിച്ചറിയാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു ചർച്ചിൽ മീറ്റിംഗ് ചെന്നപ്പോൾ ഒരു 20 വയസ്സുള്ള മോള് എൻ്റെ അടുക്ക് മുന്നിൽ വന്ന് പറഞ്ഞു, ഞങ്ങളെ എനിക്ക് മൈഗ്രെയിനാണ്, എനിക്ക് ചർച്ചിൽ വന്നിരിക്കാൻ, മുന്നേ വന്നിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഏറ്റവും ബാക്കിലായിരിക്കുന്നത്, എന്നിട്ട് പോലും എനിക്ക് സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് പാസ്റ്റർ, ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, ചിലപ്പം കുറയും, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ആരാധിക്കണം, മുന്നേ വന്നിരുന്ന് ആരാധിക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടി വന്നു നിന്ന് കുട്ടിയോട് ഞാൻ പറഞ്ഞു, ദൈവസന്നിധി സമർപ്പിക്കാൻ പറഞ്ഞു. സമർപ്പിച്ചു. പ്രാർത്ഥിച്ച ആ നിമിഷം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് മരുന്ന് കഴിച്ചാൽ മാറുന്ന രോഗമല്ല. അവൾ വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിച്ചാൽ മാറത്തില്ല, അതിൻ്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്, അതൊരു ബാധയാണ്. എങ്ങനെ തിരിച്ചറിഞ്ഞു? പരിശുദ്ധാത്മാവെ തിരിച്ചറിയണം. അവിടെ നിന്നുകൊണ്ട്, കർത്താവേ കുട്ടിയുടെ മൈഗ്രെയിൻ മാറട്ടെ കർത്താവേ, മൈഗ്രെയിന് മാറട്ടെ കർത്താവേ, ഇന്ന് മുതൽ ഗുളിക കഴിക്കാൻ ഇടയാകല് കർത്താവേ, കർത്താവേ നാളെ തൊട്ട് സൗണ്ട് സിസ്റ്റമൊക്കെ ഒരു കുഴപ്പമില്ല കേൾക്കാൻ ഇടയാകണമേ, മുന്നിൽ വന്ന് ആരാധിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാം. പക്ഷേ അവിടെ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി എന്നെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് അതിനെ പിടിച്ച് പുറത്താക്കണം. അതാണ് ആത്മാവുള്ളവൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അധികാരം തന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ നശിപ്പിക്കാൻ, നിന്റെ തലയെ മൈഗ്രൈൻ ഇട്ട് പോരാടുന്ന ദുഷ്ടപിശാചിൻ്റെ ആധിപത്യം യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ പുറത്തു പോകും. അതാണ് നമ്മുടെ മേൽ തന്നിരിക്കുന്ന അധികാരം. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഞാൻ പറയാൻ കാര്യം, ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത്, സ്തോത്രം, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തിരിച്ചറിയണം മുന്നിൽ നിൽക്കുന്ന ആരാണ്. നമ്മുടെ കൈ എന്തിനാ തന്നിരിക്കുന്നത് അറിയാമോ? തളർന്നു കിടക്കുന്നവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നീ യേശുവിൻ്റെ നാമം ചൊല്ലി കൈ പിടിക്കുമ്പോൾ നിന്റെ കൈ കൂടെ ദൈവസാന്നിധ്യം വ്യാപരിക്കും. നിന്റെ നാവ് ശുദ്ധമായിരിക്കണം, നിന്റെ നാവിൽ കൂടെ ദൈവസാന്നിധ്യം വ്യാപരിക്കും. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന ഒരു വ്യക്തി, അവന് പാപത്തിൽ ജീവിക്കാൻ കഴിയില്ല. അവൻ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും. അവൻ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ശിഷ്യന്മാരെ നിങ്ങൾ നോക്കിക്കോ, അവർക്ക് പ്രാർത്ഥിക്കാൻ മടിയായിരുന്നു, അവർക്ക് ഭയമായിരുന്നു, അവർക്ക് ധൈര്യമില്ലായിരുന്നു, അവർക്ക് പലതിലും മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല, ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുന്നില്ല, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, കാറ്റും കണ്ടും കടലും കണ്ടും പേടിച്ചുപോയി. ഇതെല്ലാം ഉണ്ടായില്ലേ? പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ ദൈവദാസന്മാരെ നിങ്ങൾ നോക്കിക്കേ, എന്തിനെങ്കിലും ഭയമുണ്ടോ? എന്തിനെങ്കിലും പേടിയുണ്ടോ അവർക്ക്? എന്തിനെങ്കിലും അവർ ഏതെങ്കിലും പുറമോട്ട് പോയോ? 40 അടിയും കൊണ്ടിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് പോയെന്നാ എന്ന് പറഞ്ഞാൽ, അടിയും കൊണ്ട് കരഞ്ഞുകൊണ്ടല്ല പോയത്, സന്തോഷിച്ചുകൊണ്ട് പോയി. ജയിലിൽ അകത്തിട്ടിട്ടും ഒരു പ്രശ്നമില്ല, നല്ല ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വന്നാൽ അസാധാരണമായ സമാധാനം, അസാധാരണമായ ധൈര്യം, അസാധാരണമായ സന്തോഷം നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങും. ഈ പരിശുദ്ധാത്മാവ് അകത്ത് വന്നു കഴിയുമ്പോൾ ഒരു കൗൺസിലിംഗ് സെൻ്ററിനും നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയില്ല. ഒരു കൗൺസിലിംഗ് സെൻ്ററിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ മാറ്റാൻ കഴിയില്ല സുഹൃത്തെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തിയിൽ ഇറങ്ങിപ്പോകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളോട് ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഭയത്തിന് അടിമപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾ നിരാശയിലാണോ? നിങ്ങൾ തകർന്നിരിക്കുകയാണോ? ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണോ? ഈ ദൈവത്തെ സേവിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് നിങ്ങൾ ചോദിച്ചിരിക്കുകയാണോ? ഞാൻ ദൈവാത്മാവ് നിങ്ങളെ വിളിച്ചു പറയുന്നു, വേണ്ട. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, കർത്താവേ, അവിടുത്തെ അത്യന്ത ശക്തി എന്നെ മേൽ അയക്കണമേ, എനിക്ക് ജയത്തോടെ ജയജീവിതം ചെയ്യണം, എനിക്ക് ഭയമില്ലാതെ മുന്നോട്ട് ജീവിക്കണം. സ്തോത്രം. അതുമാത്രമല്ല, നമ്മുടെ മേൽ അധികാരമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം, മുന്നിൽ വരുന്നതിനെ തിരിച്ചറിയണം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. എന്തിനാണെന്നറിയാമോ? വിശുദ്ധിയോടും നിർമ്മലതയോടും ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ഗലാത്യ ലേഖനത്തിലാണ് അത് കിടക്കുന്നത്, എടുത്തു വായിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ, എങ്കിൽ മാത്രമേ നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ മരിപ്പിക്കാനും അതിനെ പിടിച്ചു കെട്ടാനും കഴിയുകയുള്ളൂ. ഒരു മനുഷ്യൻ വിശുദ്ധിയോടും നിർമ്മലതയോടും വേർപാടോടും കൂടി ജീവിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മളിൽ ഇറങ്ങണം. സ്തോത്രം.
അല്ലാതെ മുന്നേ പ്രഖ്യാപിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശുദ്ധനാ, ഞാൻ വേർപെട്ടവനാ എന്ന് പറഞ്ഞോട്ടെന്നെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. ഞാൻ വേർപെട്ടവനാണോ, ഞാൻ വിശുദ്ധനാണോ എന്ന് ഞാനല്ല പറയേണ്ടത്. ആര് പറയണം? എൻ്റെ നാട്ടുകാർ പറയണം, എൻ്റെ വീട്ടുകാർ പറയണം, എൻ്റെ സഭക്കാർ പറയണം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജോലിക്കാർ പറയണം. ആര് പറയണം? അവർ പറയണം. സാം പാസ്റ്റർ വിശുദ്ധനാണ്, അദ്ദേഹത്തിന് സെപ്പറേഷൻ ഉണ്ട്. സാധാരണ നമ്മൾ പറയുക ഞാൻ വിശുദ്ധനാ, ഞാൻ സെപ്പറേഷൻ ഉള്ളവനാ. ഇതൊന്നും ദൈവവചന അടിസ്ഥാനമല്ല. മറ്റുള്ളവർ നമ്മളെ നോക്കി പറയണം ഇവനിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, മറ്റുള്ള ചാക്കോച്ചാനെയും ബെന്നിച്ചാനെയും രായിച്ചാനെയും പോലെ അല്ല, ഒരു വ്യത്യാസം ഇവനിലുണ്ട്. അതെനിക്ക് മനസ്സിലായി. എങ്ങനാ? അദ്ദേഹത്തിൻ്റെ ജീവിതം. അവിടെയാണ് പരിശുദ്ധാത്മാവിൽ ഒരു സെപ്പറേഷൻ. സ്തോത്രം. അസൂയയും പിണക്കവും ജാരശങ്കയും ദ്വന്ദ്വപക്ഷവും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? അസൂയില്ലാത്ത എത്ര പേരുണ്ട്? ഒരാൾ കാറ് മേടിച്ച കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര ഒരു 150 പ്രാവശ്യം മെസ്സേജ് അയക്കും. പക്ഷെ മനസ്സിലും കാണും, അയ്യോ എന്നാലും അവൻ ഇത്രയും കാശ് കൊടുത്ത് കാറ് മേടിക്കാൻ ഉണ്ടായിരുന്നല്ലോ. അസൂയൊക്കെ കൂടപ്പുറപ്പാന്ന്. പിണക്കവും ജാരശങ്കയും ദ്വന്ദ്വപക്ഷവും ഒക്കെ കൂടപ്പുറപ്പ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ബ്ലഡിലുള്ള കാര്യമാണ്. നമ്മുടെ ശക്തി കൊണ്ട് ഇതൊന്നും പറിച്ചു കളയാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടും നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ചലിക്കണം. സ്തോത്രം. 4-ാമത്തെ വിഷയം, സ്തോത്രം, ഇവിടെ നിന്ന് രൂപാന്തരം പ്രാപിച്ചൊരു ഉയർച്ചയുണ്ട് നമുക്ക്. ഇവിടെ കയറി വരുവീന്നൊരു ശബ്ദം നമ്മൾ കേൾക്കും. ഈ ശബ്ദം നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആയെങ്കിൽ മാത്രമേ ഈ ശബ്ദം കേൾക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര വലിയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്ത് സിമ്പില്ലാത്തടത്തോളം കാലം ഒരു ടവറിൽ നിന്നും കണക്ഷൻ ഉണ്ടാകത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ദൈവവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ ശബ്ദം നിങ്ങൾ കേൾക്കും. വെറുതെ കേൾക്കുകയല്ല കേട്ടോ, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും, രൂപാന്തരം സംഭവിക്കും. ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ രൂപാന്തരപ്പെടുത്തിയ, മരിച്ചവരിന്ന് പുറത്തു കൊണ്ടുവന്ന, രൂപാന്തരപ്പെടുത്തിയ അത്യന്ത ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കത്തുള്ളൂ. കൈകൊട്ടി അന്യഭാഷ പറഞ്ഞിരിക്കാൻ വേണ്ടിയല്ല, ഇരുന്നോ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അക്കരെ നാട്ടിൽ കർത്താവിന് കൂടെ വസിക്കണം എന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ആത്മാവിൽ ചലിക്കണം. ആത്മാവ് പറയുന്നതനുസരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവേശുവിൻ്റെ ഭാവത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ഇവിടുത്തെ നമ്പർ 1 കൺട്രി ആയ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി എന്തും വേണ്ടി പേപ്പർ വർക്കാ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞ് ചവിട്ടി കയറ്റി വിടുമെന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ. ആരും അത് ചിന്തിക്കരുതേ. സ്തോത്രം. ജീവൻ കൊടുത്തവർ കൊച്ചുങ്ങളുടെ നിലയിലോട്ട് തോക്ക് വെച്ചിട്ട് നീ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലേ, നിന്റെ മൂത്ത കുഞ്ഞിനെ വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഞാൻ യേശുവിനെ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ തലയ്ക്കകത്തൊരു വെടിയുണ്ട കയറിപ്പോയ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? 2-ാമത്തെ കുഞ്ഞിനെ നെഞ്ചത്ത് തോക്ക് വെച്ചിട്ട് പറഞ്ഞു, നീ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ ഈ കുഞ്ഞിനെ ജീവനോട് തരാം. ഇല്ല ഞാൻ യേശുവിനെ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ 2-ാമത്തെ കുഞ്ഞിന്റെ നെഞ്ചത്തൊരു വെടിയുണ്ട കയറിപ്പോയി. 1000-കണക്കിന് ആൾക്കാർ രക്തസാക്ഷിയാക്കപ്പെട്ടു. എന്തിന്? ഈ യേശുവിന് വേണ്ടി. നമ്മൾ എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് യേശുവിന് വേണ്ടി? 4 ചുവറിൻ്റെ അകത്ത് കടന്ന് ഹല്ലേലൂയ വലിയ അക്രമസം, വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന നമ്മൾ യേശുവിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും? യേശുവിനെ ഒന്ന് വെളിപ്പെടുത്താമോ പ്ലീസ്? 2 സ്വഭാവം വേണ്ട. ഒന്നിൽ വചനപ്രകാരം ജീവിക്കണം, അല്ലെങ്കിൽ ലോകപ്രകാരം ജീവിക്കണം. സ്തോത്രം. 2 കൂടെ ഓടത്തില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 കൂടെ ഓടത്തില്ല. ഒന്നിൽ നീ ജഡീകനായിരിക്കണം, അല്ലെങ്കിൽ ആത്മീയനായിരിക്കണം. 2 കൂടെ ഓടുന്നെങ്കിൽ നീ പിശാചിന്റെ സന്തതിയാ, ദൈവത്തിന്റെ സന്തതി അല്ല. ഒരറവയെന്ന് മധുരവും കയ്പും ഒരുമിച്ച് വരുത്തില്ല. മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എണ്ണാൻ കഴിയുന്നില്ലെങ്കിൽ എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്താണ്? സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭകളിൽ വ്യാപരിക്കുമ്പോൾ കൂട്ടായ്മയുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, രക്ഷയുണ്ടാകും, മാനസാന്തരം ഉണ്ടാകും, സ്നാനങ്ങൾ നടക്കും. സ്തോത്രം. അവസാനത്തെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനെന്നറിയാമോ? സ്തോത്രം. മത്തായി സുവിശേഷം 12:29 കാണുന്നു. കവർന്നുകൊണ്ട് പോനെ തിരിച്ചു പിടിക്കണം, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ
അവൻ കവർന്നുകൊണ്ട് പോയ കോപ്പ് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു അത്യന്ത ശക്തിയാണ് നമ്മുടെ പകർന്നിരിക്കുന്നത്. നമുക്ക് ബലവാനെ പിടിച്ചു വിട്ടാൻ പറ്റത്തില്ല. ബലവാൻ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? പിശാചാണ്. പിശാചിനെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയത്തില്ല, നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല. നമ്മുടെ ശക്തി കൊണ്ട് പിടിച്ചു കെട്ടാൻ തന്നാൽ അവൻ നമ്മളെ പിടിച്ചു കെട്ടിയിടും. പക്ഷേ നമ്മളിൽ ഈ അത്യന്ത ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഈ അത്യന്ത ശക്തിയുള്ളവൻ ബലവാനെ പിടിച്ചു കെട്ടണം. ബലവാനെ പിടിച്ചു കെട്ടണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സംഭവം മാത്രം നോക്കിയാൽ മതി. ഒരു കുരുടനും ഊമനുമായൊരു മനുഷ്യൻ്റെ സൗഖ്യത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അവിടെ കർത്താവ് പറയുന്നത്. സ്തോത്രം. അല്ലാതെ പിശാചിനെ ലൂസിഫറിനെ പിടിച്ചു കിട്ടുന്ന കാര്യമൊന്നുമല്ല. ഒരു കുരുടനും ഊമനുമായ ഒരു മനുഷ്യൻ മുന്നിൽ വന്നിരിക്കുന്നു, അവനെ സൗഖ്യമാക്കിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അവിടെ കാണുന്നത്. അവിടെ എന്തുവാണ് യേശു ബലവാനെ പിടിച്ചു കെട്ടിയത് എന്ന് പറഞ്ഞാൽ പിശാച് കവർന്നുകൊണ്ടുപോയി അവൻ്റെ കാഴ്ച ശക്തിയും കേൾവി ശക്തിയും കവർന്നുകൊണ്ട് പോയ ആ മനുഷ്യൻ ആ പിശാചിനെ വൈൻഡ് ചെയ്തിട്ട് ആ കവർന്നുകൊണ്ട് പോയതിനെ തിരിച്ചു പിടിച്ചു. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, നമ്മളെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ പത്രോസും യോഹന്നാനും പൗലോസും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അവർ ചെയ്ത ശുശ്രൂഷ തന്നെയാണ് ഇതും ദൈവാത്മാ പറയുന്നത്. ബലവാനെ പിടിച്ചു കെട്ടണം, ബലവാനെ പിടിച്ചു കെട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ കവർന്നുകൊണ്ട് പോയതിനെ തിരിച്ചു പിടിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പിശാച് കവർന്നുകൊണ്ട് പോയിട്ടുണ്ടോ? നിങ്ങളുടെ തലമുറയിൽ എന്തെങ്കിലും കവർന്നുകൊണ്ട് പോയിട്ടുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ എന്തെങ്കിലും കവർന്നുകൊണ്ട് പോയിട്ടുണ്ടോ? ആരോഗ്യം കവർന്നുകൊണ്ട് പോയില്ലേ? സൗഖ്യം കവർന്നുകൊണ്ട് പോയില്ലേ? കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ കവർന്നുകൊണ്ട് പോയില്ലേ? എന്ത് ചെയ്യണം? ദുഃഖിച്ചോണ്ടിരിക്കുകയാണോ? തിരിച്ചു പിടിക്ക്. എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? നിങ്ങളുടെ നാവിൽ അധികാരമുണ്ട്. നിങ്ങൾ ആത്മാവിലാണെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് കെട്ടിയാൽ കെട്ടപ്പെടും, നാവ് കൊണ്ട് അഴിച്ചാൽ അഴിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ നിന്റെ തലമുറയുടെ മേൽ കൈവച്ചിട്ട് പറ, എന്റെ കുഞ്ഞിന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ദുഷ്ട പിശാച്, നിനക്ക് അവന്റെ മേൽ അധികാരമില്ല, അവന്റെ ബുദ്ധിമണ്ഡലങ്ങൾ മടങ്ങി വരട്ടെ എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിന്റെ കുഞ്ഞിന്റെ ബുദ്ധിമണ്ഡലങ്ങൾ മടങ്ങി വരും. പിടിച്ചു കെട്ടണതിനെ പിടിച്ചു കെട്ടണം, കവർന്നെടുക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിലും ദൈവസ്ഥലിൽ നിലമ്പാട് എടുക്കാനാണ്. കർത്താവേ, എനിക്ക് അത്യന്ത ശക്തി വേണം, എനിക്കിതില്ലാതെ പറ്റത്തില്ല. കർത്താവേ, പ്രാപിച്ചെടുക്കണം. സ്തോത്രം. ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആത്മാവകത്ത് വേണം. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നിന്നെ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മന്ദിരത്തെ തൊടാൻ ഒരു ശക്തിയും കഴിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരും ഒരു നിമിഷം, എന്ത് ആവശ്യമായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, നിങ്ങൾ തന്നെ പറയുക, കർത്താവേ, ഞാൻ യേശുവിൻ്റെ പൈതലാണ്, ഞാൻ യേശുവിൻ്റെ മന്ദിരമാ. എന്നെ തൊടാൻ ആർക്കും അധികാരമില്ല, ഒരു ശക്തിയും എന്നെ തൊടാൻ കഴിയത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ പ്രഖ്യാപിച്ച് ഇന്ന് ഇവിടെ നിങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കാൻ പോകുക. ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്ക്. യേശുവേ, ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ മകളാണ്, എൻ്റെ മേൽ യേശുവിന് മാത്രം അധികാരം, എൻ്റെ മേൽ യേശുവിന് മാത്രം അധികാരം, എൻ്റെ തലമുറ യേശുവിന് മാത്രം അധികാരം. ഞാൻ ഇന്ന് പൂർണ്ണമായി തിരിച്ചു പിടിക്കുന്നു, കവർന്നവന് പേര് തിരിച്ചു പിടിക്കുന്നു. എൻ്റെ മേൽ രോഗശക്തിക്ക് അധികാരമില്ല. പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായവനും സകലത്തിൻ്റെ ഉടയവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ജനത്തിന് ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഓരോ കുടുംബങ്ങളും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നതിനായി സ്തോത്രം. മാനസിക പീഡകൾ മാറിപ്പോകട്ടെ. ആത്മഹത്യ ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഡിപ്രഷൻ സ്റ്റേജുകൾ മാറിപ്പോകട്ടെ. അവിടുത്തെ കരം ഇന്ന് പകൽക്കാലം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ഛിദ്രതകൾ മാറിപ്പോകട്ടെ. ഡാർക്ക്നെസ് സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഭൂമനത്തിൽ ഇറങ്ങിപ്പോകട്ടെ. ദൈവ സാന്നിധ്യം ഓരോ കുടുംബങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. വിടുതലയച്ചതിനായി സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ിടങ്ങളിൽ കരങ്ങളെല്ലാം ചേർത്ത് തട്ടി നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ
അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വേണമേ നിൻ ജനമുണർന്നിടുവാൻ പിൻമഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിൻമഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ പിൻമഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നി